വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ വേനൽ കടുത്തു വരികയാണല്ലോ. ഇത് കാരണം മധ്യ കേരളത്തിലെ കർഷകർ ദുരിതത്തിലായി എന്നാണ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വരൾച്ചയെ തുടർന്ന് കൃഷിയിടങ്ങളിലെ മുടങ്ങുന്നത് കർഷകരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു. കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയുടെ പ്രയോജനവും കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നാണ് കർഷകർ ഒന്നടങ്കം പരാതി പറയുന്നത്. 40 ഡിഗ്രി സെൽഷ്യസിനടുത്ത് വരെ മധ്യകേരളത്തിലെ പല ജില്ലകളിലും താപനില രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് കടുത്ത വരൾച്ചയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഈ പ്രതിസന്ധി ബാധിച്ചിരിക്കുന്നത് കർഷകരെ തന്നെയാണ്. ഈസ്റ്റർ, വിഷു, ഓണം വിപണികൾ മുന്നിൽ കണ്ട് ആരംഭിച്ച പച്ചക്കറി, ഏത്തവാഴ കൃഷികളാണ് കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങിയത്. വേനൽ രൂക്ഷമായതിനെ തുടർന്ന് കൃഷികൾ നനയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. പലയിടങ്ങളിലും ജലാശയങ്ങൾ വറ്റിവരണ്ടു. കിണറുകളിലും വെള്ളം വറ്റിയതോടെ കൃഷിയിടങ്ങളിൽ വെള്ളമെത്താതായി. വേനലിക്ക് പതിവിൽ കൂടുതലായിട്ടുള്ള രൂക്ഷത, ചൂട് ഇതൊക്കെ കൂടുതൽ ചെറിയ തോതിലുള്ള നനയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വാഴയാണ്. ഇതിപ്പോൾ അടുത്ത ഒരു ഓണം വിപണിയൊക്കെ ലക്ഷ്യമിട്ട് ചെയ്തിരിക്കുന്ന വാഴ കൃഷി ചെയ്ത്. പക്ഷേ ആ നന കൊണ്ട് ഒന്നും പറ്റുന്നില്ല. പൈപ്പ് വഴിയൊക്കെ പിടിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഈ ചൂട് സമയത്ത് നിന്ന് ഇത് പകൽ സമയത്ത് പിടിക്കുന്നതിൽ അതിന്റെ പ്രയോജനം കുറവുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ചൂടിനെ താങ്ങി നമുക്ക് തന്നെ നിൽക്കാൻ പറ്റുന്നില്ല. വേനൽക്കാലത്ത് ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള സംവിധാനങ്ങൾ ഏറെ പ്രയോജനകരമാണ്. എന്നാൽ കൃഷി വകുപ്പ് ആരംഭിച്ച ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി നിലച്ച മട്ടാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ തുച്ഛമായ വിലയ്ക്ക് പദ്ധതി കർഷകർക്ക് ലഭ്യമാക്കുമ്പോൾ ഇരട്ടിത്തുകയാണ് കേരളത്തിലെ കർഷകർ നൽകേണ്ടി വരുന്നത്. കടുത്ത വരൾച്ചയാണ് കേരളത്തിലെ കർഷകർ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സാഹചര്യത്തിലൂടെ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും കടന്നു പോകുമ്പോഴും അവിടുത്തെ കർഷകർക്ക് ഇന്ന് ഏറ്റവും അധികം ആശ്രയിക്കുന്നത് തുള്ളിനന അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതിയാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ ഈ പദ്ധതിയുടെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായി നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇതിന്റെ പിന്നിൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കടുത്ത അനാസ്ഥയാണ്. പലയിടങ്ങളിലും ടാങ്കറുകളിൽ വെള്ളമെത്തിച്ചാണ് കൃഷിയിടങ്ങളിൽ ജലസേചനം നടത്തുന്നത്. ഇത് കർഷകർക്ക് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. കൃഷി നശിച്ചാൽ ലഭിക്കേണ്ട സർക്കാർ സഹായങ്ങളും പലർക്കും ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. വിള ഇൻഷുറൻസ് പദ്ധതിയിൽ പങ്കാളികളല്ലാത്ത കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ. വേനലും വരൾച്ചയുമെല്ലാം കർഷകരെ എരുതിയിലാക്കിയിരിക്കുകയാണ്. ഓണവിപണി ലക്ഷ്യം വെച്ച് നട്ടവയെല്ലാമാണ് ഇപ്പോൾ കരിഞ്ഞുണങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിഹാരം അടിയന്തരമായി ഇവിടെ ആവശ്യമാണ്. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ചൂട് കനക്കുകയാണ്. കർഷകരുടെ കാര്യം വളരെ സങ്കടകരമാണ്. വിഷു, ഓണം വിപണികൾ ലക്ഷ്യമിട്ട് ഇവർ തുടങ്ങിയ കാർഷിക വിളകളാണ് കൺമുന്നിൽ കരിഞ്ഞുണങ്ങുന്നത്. പ്രതീക്ഷയുടെ നട്ടുവളർത്തിയ വിളകൾ കൺമുന്നിൽ കരിഞ്ഞു വീഴുമ്പോൾ അത് കാണാൻ കഴിയാത്ത വിഷമത്തിലാണ് നമ്മുടെ പാവപ്പെട്ട കർഷകർ. അതുകൊണ്ടാണ് അവർ ടാങ്കർ ലോറിയിൽ ഇപ്പോൾ വെള്ളം എത്തിക്കുന്നത്. അതുണ്ടാക്കുന്ന സാമ്പത്തിക ചെലവ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ. കൃഷി വകുപ്പിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അവരുടെ ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ കാണിച്ചു തരാം. ചിലവ് കൂടുതൽ തന്നെയല്ല. ഈ ചൂടിനെ എത്ര നനച്ചാലും ഈ ചൂടിനെ താങ്ങി നിർത്താൻ പറ്റുന്നില്ല. അതിനുള്ള വെള്ളത്തിൻ്റെ ലഭ്യത കുറവ്, പിന്നെ നമുക്ക് വൈദ്യുതി ചെലവ് കൂടുതൽ, എല്ലാം ചെലവ് കൂടുതലാണ്. അത് നമ്മൾ ഉൽപ്പാദന ചെലവ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വളരെ കുറവാണ്. വാഴയും കൃഷിയുമാണ് എനിക്ക് ഈ പ്രാവശ്യം കൃഷി ചെയ്തിരിക്കുന്നത്. അതും വലിയൊരു മുതൽ മുടക്കോട് കൂടി തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാരണം വിത്ത് ഉൾപ്പെടെയുള്ള എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ഈ കടുത്ത വേനലിൽ വാഴ ഏതാണ്ട് ഏത്തവാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത്. അതിന്റെ വാഴ ഒടിഞ്ഞു വീഴുന്ന കുറേയൊക്കെ ഒടിഞ്ഞു വീണു. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേ വേനൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് തന്നെ തീരുമെന്നുള്ളതാണ് കണക്കൂട്ടാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.